അല്ല, എറണാകുളം ജില്ലയിലും മലപ്പുറം ജില്ലയിലും പിന്നെ ഇടുക്കി, പത്തനംതിട്ട ഈ 4 ജില്ലകളിലും ഒരു ക്ലീൻ സ്വീപ്പ് UDF അനുകൂലമായി ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. 4 ജില്ല എന്ന് വെച്ചാൽ 40 സീറ്റാണ്. 16ഉം 14ഉം 5ഉം 5 40 സീറ്റിൽ ഒരു ക്ലീൻ സ്വീപ്പ് ഈ 4 ജില്ലയിൽ UDF അനുകൂലമായി. ഞാൻ ബാക്കി ജില്ലയിലൊന്നും ഞാനത് അവകാശപ്പെടുന്നില്ല. 4 ജില്ലയിലും ബാക്കി ജില്ലയിൽ വയനാട് ഉണ്ടാവും. 43 സീറ്റിൽ 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. 43 സീറ്റ്. അവിടെ അത്രയും നല്ല പൊളിറ്റിക്കലായിട്ടുള്ള ബേസും സോഷ്യൽ ഇതും പിന്നെ ഇലക്ഷൻ വർക്കും ഒക്കെ ഞങ്ങൾ നന്നായി നടത്തി. ഞങ്ങൾ ടാർഗറ്റ് ചെയ്താണ് ഈ 5 ജില്ല ആദ്യം തന്നെ. ഈ 5 ജില്ലയിൽ മുഴുവൻ സീറ്റും പിടിക്കണം എന്നുള്ളൊരു ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പോളിംഗ് ശതമാനവും അവിടുത്തെ ഒരു വർക്കും എല്ലാം കൂടി അസസ് ചെയ്ത് ഈ 43 സീറ്റ് കിട്ടിയാലും എനിക്ക് അത്ഭുതം ഉണ്ടാവില്ല. ഈ മധ്യ കേരളത്തിലെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ആലപ്പുഴയിലൊക്കെ പോളിംഗ് ശതമാനം ഈ മറ്റതില് താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്നിട്ടില്ല. കോട്ടയത്തും ആ രീതിയിലേക്ക് ഉയർന്നിട്ടില്ല. അവിടെ നമ്മളിപ്പോൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് പ്രവർത്തിക്കും. നമ്മളുടെ വർക്ക് നടന്നിട്ടുണ്ട് അവിടെ. ആലപ്പുഴ ജില്ലയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് ഉണ്ടായിരുന്നില്ല. അതായിരിക്കില്ലല്ലോ ഇപ്രാവശ്യം. ന്യൂനപക്ഷ വോട്ടുകളൊക്കെ അനുകൂലമായിട്ട് രേഖപ്പെടുത്തിയതിൽ അല്ല, ഇതിൻ്റെ അകത്ത് ഒരു പൊതുവായിട്ട് ട്രെൻഡാണ്. ഒന്ന് ഗവൺമെന്റിനെതിരായിട്ടുള്ളൊരു വികാരമുണ്ട്. അപ്പോൾ ആളുകൾക്കൊരു നിരാശയും മറ്റൊക്കെ ഉണ്ട്. വല്ലാത്ത ഒരു പ്രയാസവും ഒരു പ്രതിഷേധവും അമർഷവും ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ സാധാരണ പതിവില്ലാത്ത തരത്തിൽ ഞങ്ങളൊരു ഹോപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളൊരു ഓൾട്ടർനേറ്റീവാണ്, ഞങ്ങളൊരു ബദലാണ്, ഇതിന് ഞങ്ങളൊരു മാറ്റം ഉണ്ടാക്കും, ഞങ്ങൾക്കതിന് കഴിയും എന്നുള്ളൊരു സംഭവം കൂടി കൊടുത്തിട്ടുണ്ട്. സാധാരണ അത് ചെയ്യാറില്ല, ഒരു പ്രതിപക്ഷം അത് ചെയ്തിട്ടില്ല. ഞങ്ങൾ വരുമ്പോൾ ആ സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ആളുകൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങി എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി അവർ വന്നാൽ മാറ്റം ഉണ്ടാകും എന്നൊരു ചർച്ച അത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുടെ ഞങ്ങൾക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെയും ഞങ്ങളുടെ ഒരു വ്യത്യസ്തമായ ശൈലിയാണ്. ഇതുവരെ ഉണ്ടാകാത്തൊരു വ്യത്യസ്തമായ ശൈലി. നിങ്ങൾക്ക് തന്നെ അറിയാലോ, 2 വർഷം മുമ്പേ ഞങ്ങൾ ഈ പറയുന്ന ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ ആക്ഷേപിച്ച ഫീൽഡിലെല്ലാം ഞങ്ങളൊരു വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഒരു പ്രതിപക്ഷവും ചെയ്യാത്തതാണ്. സാധാരണ ചെയ്യാറുള്ളത് അവസാനമാകുമ്പോഴേക്കും ഒരു ഇലക്ഷൻ തൊട്ട് മുമ്പ് ഞങ്ങൾ ഇതുപോലത്തെ ഒരു കോൺക്ലേവ് നടത്തും, അല്ലെങ്കിൽ AKG സെന്ററിൽ ഒരെണ്ണം നടത്തി 2 പ്രതിപക്ഷത്തിരിക്കുന്ന ആരാണ്. ഇതല്ല, ഇത് ഓരോ ടോപ്പിക്കിലും ഓരോ സബ്ജക്റ്റിലും നല്ല വർക്കാണ് തരുന്നത്. ഓരോ സബ്ജക്റ്റിലും എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാവരുടെ അടിസ്ഥാനത്തിലാണ് ഈ കണക്ക് പറയാറുള്ളത്. ഉറപ്പായിട്ട് സംസ്ഥാനത്തൊട്ടാകെ UDF തരംഗമുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ,